പാസ്വേഡ് 5544. എങ്ങനെ മനസ്സിലായി? അല്ലേ? എടാ ഇവൻ വലിയ സംഭവമാടാ, എന്റെ പാസ്വേഡ് കണ്ടുപിടിച്ച്. പിന്നെ നിന്റെ പാസ്വേഡ് എനിക്ക് തന്നെ അറിയാലോ. പിന്നെ ഇവന് എടാ പോടെ കൈ വിട്ടു. നീ ഒന്ന് കണ്ണടച്ച് എന്നിട്ട് നീ പ്രേമിക്കുന്ന ആ പെണ്ണിനെ നിന്റെ മനസ്സിലോട്ട് കൊണ്ടുപോവാ. 3 അല്ല, ഒരെണ്ണം കൊണ്ടുവന്നോ. പെൺകുട്ടിയുടെ പേരെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 5 അക്ഷരം. ആദ്യത്തെ അക്ഷരം ജെ, അവസാനത്തെ എ. ശരിയാടാ ജിഷ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. നീയോ അവള് നിന്ന് ഒരേ ബെഞ്ചിരുന്ന് പഠിക്കും. അത് തെറ്റിപ്പോയി. അവള് വേറെ ഡിവിഷൻ. അയ്യോ, അവള് പിന്നെ എങ്ങനെ വന്നിട്ട് പഠിക്കാൻ? ഈ മെന്റലിസ്റ്റ് മനുവിന്റെ ദീർഘവീക്ഷണം ഒരിക്കലും തെറ്റാറില്ല. അത് ഇന്ന് തെറ്റിക്കോളും. എടി ഈ മെന്റലിസം എന്നൊക്കെ പറഞ്ഞല്ലേ പക്ക തട്ടിപ്പോയി. ഇതൊന്നും ഒറിജിനൽ അല്ലേ? ഞാൻ ചുമ്മാ നടന്ന് പറയുന്നത് ചുമ്മാ ഉടായിപ്പാടാ. നീരി ഞാൻ പറയട്ടെ, നിന്റെ കാമുകിയുടെ പേര് ഞാൻ പറയാം. നിന്റെ കാമുകിയുടെ ആദ്യത്തെ അക്ഷരം കെ, തീരുന്നത് എയില്. എങ്ങനെയുണ്ട്? കാമുകയില്ലാത്ത എന്നെ പറഞ്ഞു പറ്റിക്കുന്ന പട്ടി. ഇന്ന് രാവിലെ വീട്ടിൽ കഴിക്കാൻ പൊറോട്ട ഇറച്ചിയായിരുന്നു അല്ലേ? പ്യുവർ മെന്റലിസം. മെന്റലിസം അല്ല, നല്ല മണമുണ്ട്. കയ്യിൽ നിന്ന് കഴിയരുത്. അന്ന് ഞാനൊരു സത്യം പറയട്ടെ. ആ, ഞാൻ ഇന്നലെ രാത്രിയില്ല പൊറോട്ട ബീഫ് കഴിച്ചേ. രാത്രി കഴിച്ച രാവിലെ സാറേ വെല്ലടിച്ചില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാവാത്തത്. സാറ് റിട്ടയർ വല്ലതും ആവാൻ പോവാന്നോ? അത് വീട്ടിൽ വന്ന് നിന്റെ വാപ്പയോട് പറഞ്ഞാ മതിയോ? വേണ്ട, വീട്ടിൽ വരെ പോയി ബുദ്ധിമുട്ടണ്ട, വാപ്പ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ നല്ല കാര്യം. പ്രൊഡക്ഷനെ പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാലോ അങ്ങേരെയും കൂടെ. പിന്നെ 10 പിള്ളേരെയും കൂടെ ഈ 10 വീലോട്ട് കൊണ്ടുവരുവോ? കലോത്സവമായിട്ടേ ഞാൻ കുറച്ച് ബിസിയാ. അപ്പൊ രണ്ടിനോട് ഒരുമിച്ചിരുത്തി അങ്ങ് എങ്ങനെ 10 ബിയിലോട്ട് ഒരുമിച്ചിരുത്തി. പ്യുവർ മെന്റലിസം. നമ്മളിപ്പോ പോകുന്നത് 10 ബിയിലോട്ടാ. അവിടെ കുറെ ആമ്പിള്ളേരുണ്ട്. അവന്മാരെ ഒന്നും നോക്കില്ലേ, മൊത്തം കാട്ടുകോഴികളാ. കേട്ടല്ലോ? അത് നിനക്കെങ്ങനെ അറിയാം? അവന്മാരോട് ഞാൻ പേഴ്സണലായിട്ട് നല്ല കമ്പനിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവന്മാര് ഭയങ്കര കോഴികളാ. ഓ, അപ്പൊ നീയും കോഴിയായിരിക്കുമല്ലോ. 2 പേരും കൂടുതൽ കൊണയെന്ന് പഠിക്കണ്ട, എന്റെ കൂടി ഇങ്ങനെ വന്നേ മതി. വരണം 10 ബി കയറി വരണം. രണ്ടവളമാരും ഞാൻ പറയുന്നതിന്റെ കൂട്ടിരുന്നാ മതി കേട്ടോ. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ണാടി കൊണ്ടാ. ഇനി വാ, ഫ്രണ്ടിൽ വന്നിരുന്നോ. ഇങ്ങോട്ട് വാടാ. ഓടാ ജിഷേ, ആ കണ്ണപ്പന്റെ കൂടെ വന്നിരുന്നേ. ആ കണ്ണപ്പനാ കണ്ണൊക്കെ കാണിക്കും, നോക്കാൻ നിൽക്കണ്ട. ആ മോളെ അവിടെ പോയിരുന്നോടി. നീ ഒരുപാട് തട്ടാതെ അപ്പുറത്തേടി മോളെ. എന്താ വാടാ, സെന്ററിലങ്ങ് ഇരുത്തിയോ? സാറേ, ഇത് ഞങ്ങളുടെ കളിക്കൂട്ടുകാരിയാ. അപ്പൊ ഓരോ ബെഞ്ചും ഓരോ ഗ്രൂപ്പ് ആയിരിക്കും. ഇത് ഗ്രൂപ്പ് എ, ഇത് ഗ്രൂപ്പ് ബി, ഇത് ഗ്രൂപ്പ് സി. നമ്മുടെ കുമാരനാശൻ എഴുതിയ വീണപൂ എന്നൊരു കവിതയ്ക്ക് അനുയോജ്യമായ വേറൊരു പേര് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ പറഞ്ഞോട്ടെ. ആദ്യം ഗ്രൂപ്പ് എ പറ. മുന്നേഷ് പറ. സാർ, വയലന്റ് ഫ്ലവർ. നീ എന്താണ് എനിക്ക് തർജ്ജമ ചെയ്തു തരാൻ വേണ്ടി വന്നിട്ടോ? ഇടാ മുന്നേഷ് അവിടെ. മോനെ ചാണ്ടിയുടെ വീണപൂവ്, വീണപൂവിന്റെ 2ാം വരവ്. പ്രിയമുള്ള വീണപൂവ്. എന്തുവേടാ മോനെ, നീക്കൊക്കെ പഠിക്കണോ? വീണപൂ തൊട്ടിരുന്നു. സാറ് മല്ലു നെപ്പോട്ടിസം ചെയ്യും. സാറേ, നെപ്പോട്ടിസം അല്ല, ഹിപ്നോട്ടിസം. മെന്റലിസം. സാറേ, പിന്നെ ഇവരുണ്ടല്ലോ, പ്രേമിക്കുന്ന പെണ്ണിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചു തരും. എന്താ പാടാ, പ്രേമിക്കുന്ന പെണ്ണിന്റെ പേരറിയത്തില്ല, അത് വേറെടുത്തും കണ്ടുപിടിച്ചത്. നാട കൊണ്ടോടാ കണ്ണാപ്പി അല്ല കണ്ണപ്പ. സാറേ, ഫോണിന്റെ പാസ്വേഡ് ഒക്കെ അവൻ കണ്ടുപിടിച്ചു തരും. അത് മറക്കാതിരുന്നാ പോരെ. സാറിന് മരിച്ചുപോയ ആരെങ്കിലും സംസാരിക്കണമെങ്കിലേ സംസാരിക്കാം. അത് കൊള്ളാലോടാ. അങ്ങനെയാണെങ്കി എനിക്കെന്റെ ബാപ്പയോടൊന്ന് സംസാരിക്കണം. എന്താ പറ്റുമോ? പറ്റിക്കാം സാർ. കൈ ബാപ്പ കയ്യിലൂടാണോ വരുന്നത്? പണ്ടേ നാട്ടുകാര് പറയുമായിരുന്നു ബാപ്പാടെ കയ്യിലിരുന്ന് ശരിയല്ലെന്ന്. അടങ്ങേരി ബാപ്പ. വന്ദനം വന്ദനം വിസ്മയം വിസ്മയം ലാലേട്ടോ ലാലേട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു. സാറ് കണ്ണുകളടച്ച്. അടയ്ക്കാം. സാറിന്റെ ബാപ്പയുടെ പേരെന്തോ?
അബ്ദുൽ റഹ്മാൻ കുന്നത്തിൽ. അബ്ദുൾ റഹ്മാൻ കുന്നത്തിൽ. ഈ പറയുന്ന അബ്ദുൾ റഹ്മാൻ കുന്നത്തിൽ സാറിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വിളിക്കുക. മോനെ നനങ്ങി ബാപ്പ ആയിരിക്കുന്നത്. ബാപ്പ എന്റെ മോനെ ഒന്നും വിളിക്കത്തില്ല, തെറി മാത്രം വിളിക്കും. തെറിയില് സാറിനെ വിളിക്കുന്നു. അവസാനം ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ തരാൻ പറ്റിയില്ല ബാപ്പ. മന്തി കഴിക്കുമായിരുന്നു ബാപ്പ. അതുകൊണ്ട് ബാപ്പ അല്ല, ബാപ്പ അടുത്ത് സ്നേഹമില്ല, അതുകൊണ്ടല്ല ബാപ്പ. മന്തി കഴിച്ചു വന്നപ്പോഴത്തേക്ക് ബാപ്പ അങ്ങ് പോയില്ല ബാപ്പ. ഉമ്മാക്ക് ബാപ്പായോടുള്ള സ്നേഹം കാരണം വീണ്ടും കെട്ടി ബാപ്പ. ഉറങ്ങി കിടന്ന ബാപ്പായെ വിളിച്ച് വലിയ തെറ്റാതറിയാം. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അതാണ്. അയ്യോ സാറിന്റെ സംഘത്തിലോ ഇവിടെയൊക്കെ വിളിച്ചാണ് ഇറങ്ങി കണ്ടു. അയ്യോ ബാപ്പ, എനിക്ക് അവസാനം ഉമ്മാടെ ഊടിക്കൊടുത്ത 3 ലക്ഷം രൂപ. അയ്യോ ബാപ്പ, എന്നോടെന്താ എനിക്കത് ചെയ്തില്ല ബാപ്പ. ഒന്നും മിണ്ടായിരിക്കോ, ഞങ്ങൾക്ക് സല്ലപിക്കാൻ പറ്റത്തില്ല. ഒന്നും മിണ്ടടാ. എടാ കണ്ണപ്പ, ഈ പട്ടപ്പാട സ്വഭാവം കാണിക്കരുത്. കുറേന്ന് കുത്തരുത്. ബാബ പോയി നീ പോയിരടാ. എന്റെ കഴിവൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്റെ മേത്ത് വെച്ച് നിന്റെ കഴിവ് കാണിക്കില്ലേ. ഇവരുടെ മുകളിലോട്ട് കയറിക്കും. സാർ, എനിക്ക് സഹായത്തിന് വേണ്ടി 2 പേരെ വേണം. എടുത്തോട്ടെ? 2 പേര്. കണ്ണടക്കി. ഞാൻ ഇദ്ദേഹത്തെ എന്ത് ടച്ച് ചെയ്താലും അതിന്റെ ഫീലിങ്സ് കിട്ടാൻ പോകുന്നത് ഇവനായിരിക്കും. അടുത്ത ഐറ്റം. ഇദ്ദേഹത്തിന് എന്തായാലും ഈ ക്ലാസ്സിൽ കാമുകി എന്നൊരു ഫീലിംഗ് തോന്നിയ ഒരാൾ ഇവിടെ കാണുമല്ലോ. അത് ആരാണെങ്കിലും ഇനി ഞാൻ ഇദ്ദേഹത്തെ തൊടുമ്പോൾ ആ ആൾക്ക് അത് ഫീൽ ചെയ്യും. കൈയടി. ആരാടി കൊടുന്ന്? ഞാനറിയാതെ ഇവിടെ ഒരു പൊറോട്ട ബീഫും മടക്കുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാം പോയി ഇരുന്നോട്ടെ. പിന്നെ ഏക്കാരെല്ലാം ക്ലാസ്സിൽ പോണം കേട്ടോ. രാവിലെ എൻ്റെ കൂടെ വന്നേ, അസൈൻമെന്റിന്റെ കാര്യം പറയാനുണ്ട്. ബാ.